ഫ്രണ്ട്സ്, നമ്മുടെ രാജ്യത്തുള്ള വിവിധ നാഷണലൈസ്ഡ് ബാങ്കുകളിലേക്കുള്ള പ്രൊബേഷണറി ഓഫീസർ അതുപോലെ മാനേജ്മെൻറ്റ് ട്രെയിനി എന്ന് പറയുന്ന പോസ്റ്റിലേക്കായിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. IBPS ആണ് നോട്ടിഫിക്കേഷൻ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് 5000-ന് മുകളിൽ വേക്കൻസി ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ കേരളത്തിലൊക്കെ ഈ ബാങ്കുകളുണ്ട്. അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോസ്റ്റിംഗ് ലഭിക്കാവുന്ന സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ഏത് ബാങ്കാണ് വേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് പ്രിഫറൻസ് കാര്യങ്ങളൊക്കെ കൊടുക്കാനും പറ്റും. അപ്പോൾ ബാങ്ക് ഓഫ് ബറോഡ, ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര, കനറ ബാങ്ക്, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, പഞ്ചാബ് നാഷണൽ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, യൂക്കോ ബാങ്ക്, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ, ഈ ബാങ്കുകളിലേക്കൊക്കെ ആയിട്ട് നിങ്ങൾക്ക് പ്രൊബേഷണറി ഓഫീസർ അതുപോലെ മാനേജ്മെൻറ്റ് ട്രെയിനി ആയിട്ട് അപേക്ഷ നൽകാനുള്ള വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും വിഷയത്തിൽ ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എനി ഗ്രാജുവേഷനാണ്, എനി ഡിഗ്രി ഉള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. വേറെ എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നും വേണ്ട. അപ്പോൾ ഇതിലേക്ക് എങ്ങനെയാണ് സെലക്ഷൻ, എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം വിശദമാക്കുന്ന വീഡിയോ ആണ്. അപ്പോൾ ഇതിൻ്റെ ബേസിക് പേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അതായത് അപ്രോക്സിമേറ്റ് നമുക്കൊരു 70,000 മോറിലൊക്കെ നമുക്ക് സ്റ്റാർട്ടിങ് സാലറി പ്രതീക്ഷിക്കാവുന്ന ജോലിയാണ്. അത് മാത്രമല്ല പിന്നെ മറ്റു അലവൻസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് വരാം. അപ്പോൾ അതിന് മുൻപ് ഇത്തരത്തിലുള്ള വീഡിയോസ് കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് പെട്ടെന്ന് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ബെല്ലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക. അതോടൊപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിലേക്ക് വരാം. ഇതാണ് ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് ഇവിടെ കാണാം IBPSൻ്റെ. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് ഫോർ റിക്രൂട്ട്മെൻറ്റ് ഓഫ് പ്രൊബേഷണറി ഓഫീസേഴ്സ് ഓർ മാനേജ്മെൻറ്റ് ട്രെയിനീസ് ഇൻ പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്ക്സ്. ഏതൊക്കെയാണ് ബാങ്ക്സ് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ബാങ്കുകളിലേക്കുള്ള 2026-27 വേക്കൻസീസാണ് നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് ഡേറ്റുകളാണ്. ഈ ഡേറ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓൺലൈനായിട്ട് അപേക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നതും എൻഡ് ചെയ്യുന്ന ഡേറ്റ് ഇവിടെ പറയുന്നുണ്ട്. 1/7/2025 മുതൽ നിങ്ങൾക്ക് 21/7/2025 വരെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ജൂലൈ 21 വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ജൂലൈ 1 മുതൽ ജൂലൈ 21 വരെയാണ് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റ് കേട്ടോ. അപ്പോൾ ജൂലൈ 21 പ്രത്യേകം ശ്രദ്ധിക്കുക, ലാസ്റ്റ് ഡേറ്റ്. ഇനി ഇതിൻ്റെ പേയ്മെൻറ്റ് സെയിം ഡേറ്റ് തന്നെയാണ് വരുന്നത്. അപേക്ഷ ഫീ ഉണ്ട്. അതുപോലെ ഇതിൽ നിങ്ങൾക്ക് പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ്, അതായത് SC/ST, PWD അതുപോലെ മൈനോറിറ്റി റിലീജിയനുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ എക്സാമിൻ്റെ പാറ്റേണോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഒരു ഫ്രീ ആയിട്ട് ട്രെയിനിങ് കൊടുക്കും. അപ്പോൾ അത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഓൺലൈനായിട്ട് നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് അതിന് ഓപ്ഷൻ കൊടുക്കണം. അതിൻ്റെ ഡേറ്റാണ്, ആ കണ്ടക്ട് ചെയ്യുന്ന ഡേറ്റാണ് ഓഗസ്റ്റിൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ടായിരിക്കുന്നതാണ്. അത് ഓൺലൈനായിട്ടാണ് അവർ നടത്തുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞുതരാം. അതോടൊപ്പം തന്നെ ഇതിൻ്റെ നിങ്ങൾക്ക് എക്സാം ഉണ്ടായിരിക്കും. പ്രിലിമിനറി എക്സാമിനേഷൻ ഉണ്ടാകും, അതുപോലെ മെയിൻ എക്സാമിനേഷൻ ഉണ്ടാകും. പ്രിലിമിനറി എക്സാമിനേഷൻ്റെ കോൾ ലെറ്റർ നമുക്ക് ലഭിക്കുന്നത് ഓഗസ്റ്റിലായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈൻ പ്രിലിമിനറി എക്സാം നടക്കുന്ന ഡേറ്റ് ഓഗസ്റ്റ് 2025 തന്നെ ആയിരിക്കും. ഓഗസ്റ്റ് എന്നാൽ അത് ഏത് ഡേയിലും ആകാം, അത് അവർ തീരുമാനിക്കുക, അതിനനുസരിച്ച് നമ്മൾ അറിയിക്കും കേട്ടോ. റിസൾട്ട് വരുന്നത് പ്രിലിമിനറി എക്സാമിനേഷൻ്റെ സെപ്റ്റംബർ 2025 പിന്നെ നിങ്ങൾക്ക് ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ്റെ കോൾ ലെറ്റർ ഡൗൺലോഡ് ചെയ്യാനുള്ള ഡേറ്റ് സെപ്റ്റംബർ or ഒക്ടോബർ 2025 തന്നെ ആയിരിക്കും. ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ 2025 ഒക്ടോബറിലായിരിക്കാനാണ് സാധ്യത. അതുപോലെ തന്നെ ഈ ഓൺലൈൻ എക്സാമിനേഷൻ മെയിൻ എക്സാമിനേഷൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് നവംബർ 2025. അത് കഴിഞ്ഞിട്ട് ആ മെയിൻ എക്സാമിനേഷനിൽ ക്വാളിഫൈ ചെയ്താലാണ് അതിൻ്റെ കട്ട് ഓഫിൽ നമ്മൾ ഉണ്ടെങ്കിൽ ലിസ്റ്റിൽ വന്നാൽ മാത്രമാണ് നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് ഉണ്ടാവും. പേഴ്സണാലിറ്റി ടെസ്റ്റ് നവംബർ or ഡിസംബർ 2025. പേഴ്സണാലിറ്റി ടെസ്റ്റ് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയറൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് ജസ്റ്റ് നമ്മൾ ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്താൽ മതി. ഓക്കെ. പിന്നെ ഇത് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും, ഒരു 100 മാർക്കിൻ്റെ ഇൻ്റർവ്യൂ. ഡിസംബർ 2025 അല്ലെങ്കിൽ ജനുവരി 2026 ഈ ഒരു ഇതിലേക്ക് ഇൻ്റർവ്യൂ പ്രതീക്ഷിക്കാം. പിന്നെ ഇതിൻ്റെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റാണ് തയ്യാറാക്കുക. ഇത്രയാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ട ടൈം അല്ലെങ്കിൽ ഡേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ IBPS എന്ന് പറയുന്നത് ഓട്ടോണമസ് ബോഡിയാണ്, ഒരു സ്വയം ഭരണാധികാരമുള്ളൊരു സ്ഥാപനമാണ്. അപ്പോൾ ഇവരാണ് ഈ പറയുന്ന ബാങ്കുകളുടെയൊക്കെ ആവശ്യപ്രകാരം ഇതിൻ്റെ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സൊക്കെ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഇവർ ഈ എക്സാമിനേഷൻ നടത്തും. ഓൺലൈൻ നമ്മുടെ പ്രിലിമിനറി എക്സാമിനേഷൻ നടത്തും, അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. പിന്നെ മെയിൻ എക്സാമിനേഷൻ നടത്തും, അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അങ്ങനെയുള്ള വിദ്യാർത്ഥികളെ ഈ പറയുന്ന പേഴ്സണാലിറ്റി ടെസ്റ്റ് നടത്തും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ നടത്തുന്നത് അതത് ബാങ്കുകൾ തന്നെയാണ് കേട്ടോ. ഓക്കെ. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് എല്ലാ വർഷവും ഈ ഒരു എക്സാമിനേഷൻ നടത്താറുണ്ട് കേട്ടോ. ഓരോ വർഷവും ഒരു പ്രാവശ്യം IBPSൻ്റെ എക്സാമിനേഷൻ നടക്കാറുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ലെങ്കിൽ അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് ട്രൈ ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നെക്സ്റ്റ് ഇയറും വിളിക്കും. ആദ്യം തന്നെ നമുക്ക് ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കാം. മിനിമം ഏജ് 20 വയസ്സ് പൂർത്തിയായിരിക്കണം. അതായത് 1/7/2025 എന്ന് പറയുന്ന ഈ ഡേറ്റിലേക്ക് 20 വയസ്സ് പൂർത്തിയായിരിക്കണം. മാക്സിമം 30 വയസ്സ് വരെ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 35 വയസ്സ്, OBC NCL കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. പിന്നെ PWD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ 10 വർഷം ഏജ് റിലാക്സേഷൻ്റെ, എക്സ് സർവീസ്മാൻ ആണെങ്കിൽ 5 വർഷം ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ഓക്കെ. ഇനി ഇതിൻ്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനാണ്. ഇവിടെ ജസ്റ്റ് നിങ്ങൾക്കൊരു ഡിഗ്രി മതി, എനി ഡിസിപ്ലിനാണ്. ഏതെങ്കിലും വിഷയത്തിൽ നിങ്ങൾക്കൊരു ബിരുദമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് എനി ഡിഗ്രിയാണ്. ഇനി നിങ്ങൾ ഗ്രാജുവേറ്റ് ആണോ നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ. അപ്പം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി മതി ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ. വേറെ എക്സ്പീരിയൻസോ മറ്റു കാര്യങ്ങളൊന്നും വേണ്ട.
ഇനി അടുത്ത ഇവിടെ ക്രെഡിറ്റ് ഹിസ്റ്ററിയാണ്. ഈ ക്രെഡിറ്റ് ഹിസ്റ്ററി ഇപ്പം ഇത് പറയേണ്ട ഒരു ആവശ്യമൊന്നുമില്ല ശരിക്കില്ലെങ്കിലും എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത് നമ്മൾ പറയാതെ പോലെ ഉദ്യോഗാർത്ഥികളെ ചിലപ്പം ചോദിക്കും അതെന്താ നമുക്ക് സിവിൽ സ്കോർ വേണോ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ അല്ലെങ്കിൽ വേണം എന്നുള്ളതൊക്കെ പറയും. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് മുഴുവനായിട്ട് നിങ്ങൾ കേൾക്കട്ടോ. അതായത് ഇതിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ നമ്മളൊരു ഹെൽത്തി ക്രെഡിറ്റ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ നിർബന്ധമാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൽ ഈ പറയുന്ന സെലക്ഷൻ കിട്ടിയാൽ മാത്രമാണ് അത് ശ്രദ്ധിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ അങ്ങനെ ഒരു ക്രെഡിറ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളുന്ന യാതൊരു നിർബന്ധമില്ല. അതിവിടെ പ്രത്യേകം പറയുന്നുണ്ട്. നിങ്ങൾക്ക് വേണം, അതായത് ഈ പറയുന്ന അപ്ലൈ ചെയ്യുന്നതിന് നിങ്ങൾക്ക് ഈ കണ്ടീഷൻ, അതായത് നിങ്ങൾക്ക് ഒരു ഹെൽത്തി ക്രെഡിറ്റ് ഹിസ്റ്ററി നിങ്ങൾക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്ത ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ ഈ ക്രെഡിറ്റ് ഹിസ്റ്ററിയോ അല്ലെങ്കിൽ ഈ പറയുന്ന സിബിൽ സ്കോറോ ഒന്നും ബാധകമോ അല്ല. ഓക്കെ, അപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പെൻഡിങ് ലോണുകളോ അല്ലെങ്കിൽ നിങ്ങൾ ലോണ് തെറ്റിച്ചടക്കുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അത് ക്ലിയർ ചെയ്താൽ മതി. ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ നിങ്ങളുടെ സിവിൽ സ്കോർ അപ്ഡേറ്റ് ചെയ്തിട്ടില്ലേ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അതിൻ്റെ NOC വാങ്ങിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് സബ്മിറ്റ് ചെയ്താൽ മതി. അവിടെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഈ പറയുന്ന സിബിൽ സ്കോർ, ഉയർന്ന സിബിൽ സ്കോർ വേണം അങ്ങനെ ഒന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഈവൻ നിങ്ങൾ ബാങ്ക് എന്ന് ലോൺ എടുത്ത ആളുകളാണെങ്കിൽ വരെ നിങ്ങൾക്ക് ഇതിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാം. പക്ഷേ ലോൺ എടുത്ത ആളുകളാണ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യുന്നതിൻ്റെ മുൻപ്, ഓഫർ ലെറ്റർ വരുന്നതിന് മുൻപ് നിങ്ങൾ എന്ത് ചെയ്യണം, അതിൻ്റെ ആ ഒരു ഡ്യൂ ഒക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾ എന്ത് ചെയ്യണം, സിബിൽ സ്കോർ അപ്ഡേറ്റ് ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ NOC വാങ്ങാന്നുള്ളൂ. അത്രയേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ആർക്ക് വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ സിബിൽ സ്കോർ എന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് പറയുന്നുള്ളൂ. നമ്മൾ നല്ലൊരു ഹെൽത്തി ക്രെഡിറ്റ് ഹിസ്റ്ററി മെയിൻറ്റെയിൻ ചെയ്യണം. അത് നല്ലതാണ്. നിങ്ങൾക്ക് എപ്പോഴും നമ്മളങ്ങനെ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമുക്ക് പെട്ടെന്ന് ലോൺ കിട്ടാനും ഇതിനൊക്കെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാവരും അങ്ങനെ തന്നെയാണ് അധികം ചെയ്യുക. ഇനി ആരെങ്കിലും എന്തെങ്കിലും ഈ പറയുന്ന ഫൈനാൻഷ്യൽ ഇടപാടുകൾ എന്തെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓഫർ ലെറ്റർ കിട്ടുന്ന സമയത്തേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ സെറ്റ് ചെയ്ത് ക്ലിയർ ചെയ്യണമെന്നുള്ളൂ. അതല്ലാതെ അപ്ലൈ ചെയ്യുന്നതിൽ അതൊന്നും യാതൊരു തടസ്സവും അല്ല കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും നിങ്ങൾക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് അപേക്ഷാ ഫീസ് വരുന്നുണ്ട് 175 രൂപയാണ് SC/ST PWD കാൻഡിഡേറ്റ്സിൽ വരുന്നത്. മറ്റെല്ലാ കാൻഡിഡേറ്റ്സിനും 850 രൂപ ഫീ ആയിട്ട് അടയ്ക്കണം കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു എക്സാമിനേഷൻ സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നത്. ഇതിലേക്ക് നമ്മൾ പറഞ്ഞ പ്രിലിമിനറി, മെയിൻ എക്സാമിനേഷൻ, പിന്നെ ഇൻ്റർവ്യൂ ആണ് നോക്കേണ്ടത്. അപ്പോൾ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ടൈപ്പ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ ആയിരിക്കും. ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, റീസണിങ് എബിലിറ്റി, അത് 30, 35 എന്നുള്ള രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മാർക്ക് ഇവിടെ കൊടുത്തിട്ട് നിങ്ങൾക്ക് കാണാം. 100 മാർക്കിനാണ് ടോട്ടൽ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ഇംഗ്ലീഷിലോ ഹിന്ദിയിലോ ഇതിൽ ഏതെങ്കിലും ഒരു മീഡിയം ആയിരിക്കും എക്സാം ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, പിന്നെ അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാലും മെയിൻ എക്സാമിനേഷൻ. അപ്പോൾ ഈ പ്രിലിമിനറി എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരു സ്ക്രീനിങ് ടെസ്റ്റ് പോലെയാണ്. പിന്നെ മെയിൻ എക്സാമിനേഷൻ ഇതാണ്, ഒബ്ജക്റ്റീവ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് ടൈപ്പ് എക്സാമിനേഷനാണ്. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ഉണ്ടാകും, അതുപോലെ നമ്മൾ എഴുതേണ്ട ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള രീതിയിലുണ്ടാവും. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് കാണാം റീസണിങ്, അതുപോലെ തന്നെ ജനറൽ ഓർ ഇക്കണോമി അല്ലെങ്കിൽ ബാങ്കിങ് അവയർനെസ്, അതുപോലെ ഡിജിറ്റൽ ഫൈനാൻഷ്യൽ അവയർനെസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ കാണാം. അതുപോലെ RBIൻ്റെ കുറച്ച് സർക്കുലർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരും. പിന്നെ ഇംഗ്ലീഷ് ലാംഗ്വേജ് വരുന്നുണ്ട്, ഡാറ്റ അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ വരുന്നുണ്ട്. പിന്നെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ എസ് ആൻഡ് കംപ്രൻഷനാണ് വരുന്നത്. 25 മാർക്കിനാണ് വരുന്നത് 2 ക്വസ്റ്റ്യൻ. അപ്പോൾ അങ്ങനെയാണ് അതിൽ 200 പിന്നെ 25 മാർക്ക് അങ്ങനെ ആണ് ടോട്ടൽ വരുന്നത്. പിന്നെ ഇതിലൊക്കെ നിങ്ങൾക്ക് നെഗറ്റീവ് മാർക്കൊക്കെ ഉണ്ടായിരിക്കും. തെറ്റായി രേഖപ്പെടുത്തിയാൽ 0.25 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും കേട്ടോ. 0.25 മാർക്ക് രണ്ടിനും, പ്രിലിമിനറിക്കും ഉണ്ട് മെയിൻ എക്സാമിനേഷനും ഉണ്ട്. തെറ്റായി രേഖപ്പെടുത്തിയാൽ 0.25 മാർക്ക് നെഗറ്റീവായിട്ട് പിടിക്കും. പിന്നെ പേഴ്സണാലിറ്റി ടെസ്റ്റാണ്. മെയിൻ എക്സാമിനേഷൻ ക്വാളിഫൈ ചെയ്താൽ നിങ്ങളെ പേഴ്സണാലിറ്റി ടെസ്റ്റിൽ നിങ്ങൾക്ക് അപ്പിയർ ചെയ്യാം. അപ്പോൾ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇവിടെ നോൺ ക്വാളിഫയിങ് നേച്ചറാണ്. അതായത് നമ്മൾ നിശ്ചിതമായിട്ടുള്ള മാർക്ക് നേടുക അങ്ങനെയൊന്നുമല്ല, എന്തായാലും ജസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അതല്ലാതെ ഭയങ്കരമായിട്ട് ടെസ്റ്റോ കാര്യങ്ങളൊന്നുമല്ല. അപ്പോൾ ആ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്തിനാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിൻ്റെ മുന്നേ ആയിട്ട് എന്ത് ചെയ്യണം, പേഴ്സണാലിറ്റി ടെസ്റ്റ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അപ്പോൾ ആ പേഴ്സണാലിറ്റി ടെസ്റ്റ് ഇപ്പോൾ നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്ന ആളുകൾക്ക് നിങ്ങളുടെ ആ പേഴ്സണാലിറ്റി ടെസ്റ്റ് അവർ കൊടുക്കും. അപ്പോൾ അത് വെച്ചിട്ടാണ് നിങ്ങളോട് ക്വസ്റ്റ്യനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ശരിക്കും പേഴ്സണാലിറ്റി ടെസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് പേഴ്സണാലിറ്റി ടെസ്റ്റ് വലിയൊരു കടമ്പയല്ല, ജസ്റ്റ് അത് അറ്റൻഡ് ചെയ്താൽ മതി. എന്നാൽ ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂ നമുക്ക് 100 മാർക്കിന് ഇൻ്റർവ്യൂ ഉണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഫൈനൽ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ തന്നെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഈ പറയുന്ന ഇൻ്റർവ്യൂവിനൊക്കെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടുന്നതും നമ്മുടെ ഫൈനൽ മെറിറ്റ് ലിസ്റ്റ് തയ്യാറാക്കുന്നതും ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ അടിസ്ഥാനമാക്കിയിട്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾ ആ ഒരു ഓപ്ഷൻ അവിടെ ഉണ്ടായിരിക്കും, നമുക്ക് യെസ് എന്നുള്ളത് കൊടുക്കണം കേട്ടോ. അത് ആർക്കൊക്കെയാണെന്ന് വെച്ചാൽ പറയാം, അവിടെ കാണാമെങ്കിൽ SC/ST കാൻഡിഡേറ്റ്സ്, അതുപോലെ അതർ ബാക്ക്വേർഡ് ക്ലാസ്സസ്, മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ് പറഞ്ഞാൽ മൈനോറിറ്റി റിലീജിയൻ ആയിട്ടുള്ള വിദ്യാർത്ഥികൾ, ഹിന്ദു അല്ലാത്ത മറ്റുള്ള മതക്കാരൊക്കെ എന്ത് ചെയ്യാം, ആ ഒരു ഇത് കിട്ടുക. അത് ലിമിറ്റഡ് ആണ് കേട്ടോ, ലിമിറ്റഡ് നമ്പറാണ്. അത് അവർക്ക് ഈ പറയുന്ന മാർക്ക് പെർസെൻറ്റേജ് ഒക്കെ നോക്കിയിട്ടായിരിക്കും മേ ബി അവർ ട്രെയിനിങ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് ലിമിറ്റഡ് ആണ്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അത് വേണമെങ്കിൽ കൊടുക്കാം.
അപ്പോൾ അങ്ങനെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് കൊടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ട്രെയിനിങ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. അത് ഓൺലൈനായിട്ടാണ് നടക്കുക. പിന്നെ നമ്മൾ പറഞ്ഞു ഫൈനൽ ഇൻ്റർവ്യൂ ആണ് നടക്കുക. ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഓൺലൈൻ മെയിൻ എക്സാമിനേഷൻ്റെ അടിസ്ഥാനത്തിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടാണ് ഇൻ്റർവ്യൂ. അത് പേഴ്സണാലിറ്റി ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക. പിന്നെ വരുന്നതാണ് നമ്മുടെ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ്റർവ്യൂവിന് മാർക്ക് ഉണ്ട്, 100 മാർക്കിനാണ് ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കുക കേട്ടോ. ഓക്കെ. പിന്നെ SC, ST, OBC, AWS കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് പർപ്പസിന് തയ്യാറാക്കിയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. OBC ആണെങ്കിൽ OBC NCL സർട്ടിഫിക്കറ്റ് ആണ് വേണ്ടത്. പിന്നെ ഓൺലൈനായിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ വിവിധ ബാങ്കുകൾ കാണിച്ചല്ലോ. അപ്പോൾ ബാങ്കുകളുടെ പ്രിഫറൻസ് നിങ്ങൾക്ക് ഓർഡർ അടിസ്ഥാനത്തിൽ കൊടുക്കാൻ പറ്റും കേട്ടോ, ഏത് ബാങ്കാണ് ആദ്യം വേണ്ടത്. അതുപോലെ തന്നെ ഇവർ നമ്മളോട് പറയുന്നത് ഇപ്പോൾ ആധാർ കാർഡ് ഇല്ലാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ ആധാർ കാർഡ് എടുത്ത് വെക്കാൻ പറയുന്നുണ്ട് കേട്ടോ. കാരണം അത് വെരിഫിക്കേഷൻ്റെ സമയത്തൊക്കെ വളരെ എളുപ്പത്തിന് എക്സാമിനേഷൻ ഹാളിലേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ കിടക്കാനൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു എൻട്രി ഇട്ടാനൊക്കെ എളുപ്പമായിരിക്കും. ആധാർ ഇല്ലാത്തവർ എടുത്ത് വെക്കാൻ അവർ പറയുന്നുണ്ട്. ഇനി വേക്കൻസി നമ്മൾ കാണിക്കുക. അതാണ് വേക്കൻസി കൂടെ കാണാൻ പറ്റും. ടോട്ടൽ 5208 വേക്കൻസി ഉണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന ഇന്ത്യൻ ബാങ്ക് NR എന്ന് കാണാം, അതുപോലെ തന്നെ യൂക്കോ ബാങ്കും യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യയും NR എന്ന് കാണാം. NR എന്ന് പറയുന്നത് നോട്ട് റിപ്പോർട്ടഡ് ആണ്, അതായത് വേക്കൻസി അവർ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിൽ അവർ വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. മേ ബി എന്ത് ചെയ്യാം, അത് പിന്നീട് റിക്രൂട്ട്മെൻറ്റ് നടന്നാൽ അവർ റിപ്പോർട്ട് ചെയ്യാനുള്ളൊരു പോസിബിലിറ്റി ഉണ്ട്. അതില്ലാതെ തന്നെ ഈ പറയുന്ന 5208 വേക്കൻസി ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ബാങ്കാണ് നിങ്ങളുടെ കാറ്റഗറി നോക്കുക, SST, OBC, EWS ഏതാണ്, നിങ്ങൾക്ക് ഏത് ബാങ്കാണ് വേണ്ടത് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രിഫറൻസ് അടിസ്ഥാനത്തിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങളുടെ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ വേക്കൻസി ഉള്ളത് ഫസ്റ്റൊക്കെ കൊടുക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഒരു പോസിബിലിറ്റി കൂടും അവിടെ. ഓക്കെ. ഇനി ഇതിൻ്റെ എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ നമുക്ക് പ്രിലിമിനറി എക്സാമിനേഷൻ സെൻറ്റർ കേരളത്തിൽ വരുന്നത് ഇവിടെ കാണാം. നിങ്ങൾക്ക് ആലപ്പുഴ, കണ്ണൂർ, എറണാകുളം, കൊല്ലം ഒക്കെ വിവിധ ജില്ലകളിലായിട്ടുണ്ട്. അതുപോലെ തന്നെ മെയിൻ എക്സാമിനേഷൻ വിവിധ ജില്ലകളിലായിട്ടുണ്ട് കേട്ടോ. ഓക്കെ. ഇനി നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത്രയും ഡോക്യുമെൻറ്റ്സ് ഒക്കെ സെറ്റാക്കി വെക്കണം. അതായത് ഫോട്ടോഗ്രാഫ് വേണം, സിഗ്നേച്ചർ, ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ, ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, 10ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഫോട്ടോഗ്രാഫൊക്കെ ആണെങ്കിൽ റീസെൻ്റ് ആയിട്ട് എടുത്ത ഫോട്ടോഗ്രാഫ് ആയിരിക്കണം, അത് കളറായിരിക്കണം, ലൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണ് കുറച്ചും കൂടെ നല്ലത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. 200x200 പിക്സൽ ഫയൽ സൈസ് ഉണ്ടായിരിക്കണം. 20 GB 50 GB ആയിരിക്കണം ഫയൽ സൈസ്. അപ്പോൾ ഫോട്ടോ ഒന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യണം. പ്ലസ് അഡീഷണലി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ഫോട്ടോ ലൈവായിട്ട് നമ്മൾ എടുക്കണം. ഓക്കെ. അത് നിങ്ങളുടെ വെബ് ക്യാം യൂസ് ചെയ്തിട്ടോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചിട്ടോ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഫോട്ടോ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ നമ്മൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ലൈവായിട്ടൊരു ഫോട്ടോ ക്യാപ്ചർ ചെയ്യണം. അത് കൂടാതെ നമ്മളൊന്ന് സ്കാൻ ചെയ്യുകയും വേണം. അങ്ങനെ 2 ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യണം. ഓക്കെ. അതെങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ കാണിക്കാം. ദെൻ സിഗ്നേച്ചർ നമ്മൾ 150x60 പിക്സൽ ആയിരിക്കണം ഡയമെൻഷൻ, 10 GB 20 GB ആയിരിക്കണം അതിൻ്റെ ഫയൽ സൈസ്. ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ 240x250 പിക്സൽ ആയിരിക്കണം ഡയമെൻഷൻ, 20 GB 50 GB ആയിരിക്കണം ഫയൽ സൈസ്. അപ്പോൾ കറക്റ്റ് ആക്കണം കേട്ടോ നിങ്ങൾ. ദെൻ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ 800x400 ആയിരിക്കണം അതിൻ്റെ ഡയമെൻഷൻ, 50 GB 100 GB ആയിരിക്കണം ഫയൽ സൈസ്. പിന്നെ ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ ഇതാണ് ടെക്സ്റ്റ് നിങ്ങൾ എഴുതേണ്ട കേട്ടോ. അതിൽ നിന്നാണ് നിങ്ങളുടെ ഫുൾ നെയിം കൊടുക്കുക. എന്നിട്ട് ഇതേ സെൻറ്റൻസ് ഇതുപോലെ എഴുതുക. ഓക്കെ. ഇതേ സെൻറ്റൻസ് മാറ്റൊന്നും വരുത്താതെ ഇതേപോലെ തന്നെ എഴുതാം, ഒരു പേപ്പറിൽ എഴുതാം. എന്നിട്ട് അത് സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ SLC സർട്ടിഫിക്കറ്റ് നമ്മൾ PDF ഫോർമാറ്റൊക്കെ ആക്കി A4 സൈസിലേക്ക് നമ്മൾ മാറ്റി നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്യണം കേട്ടോ. 500 KB ഫയൽ സൈസ് മാക്സിമം പറ്റുള്ളൂ. ഇത്രയാണ് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്തു വെക്കേണ്ടത്. പിന്നെ SC, ST, OBC ഇതിൻ്റെയൊക്കെ സർട്ടിഫിക്കറ്റിൻ്റെ മാതൃകകൾ ഇതിലുണ്ട്. ഓക്കെ. അത് സെയിം മാതൃക ആയിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ. ഇനി അടുത്ത ഘട്ടം വരുന്നത് നമ്മൾ എങ്ങനെയാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അപ്ലൈ ചെയ്യുന്ന ഒരു ലിങ്ക് കൊടുക്കും. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു വെബ്സൈറ്റിലേക്ക് ആയിരിക്കും വരിക. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്ത് നിങ്ങൾ ഇവിടെ കാണാം ലേറ്റസ്റ്റ് വേക്കൻസി, അതുപോലെ കേരള ജോബ്സ് എന്നാണ്. കേരള ജോബ്സിലൂടെ കാണാം IBPS, PO or MT റിക്രൂട്ട്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിവിടെ ഈ പൊസിഷനിൽ കണ്ടില്ലെങ്കിൽ നമ്മൾ കൂടുതൽ പോസ്റ്റ് ആഡ് ചെയ്യുമ്പോൾ ഇവിടെ താഴോട്ട് വരും. പിന്നെ നിങ്ങൾക്ക് അവിടെ നിന്ന് കണ്ടില്ല, ഇവിടെ റീഡ് മോർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്കത് ഈസി ആയിട്ട് കണ്ടെത്താം. ഇനി അതല്ലെങ്കിൽ ഇവിടെ ഇവിടെ സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് കേട്ടോ. IBPS അടിച്ചു കൊടുത്താൽ മതി, സെർച്ച് ചെയ്താൽ പോസ്റ്റ് കിട്ടും. ഓക്കെ. അപ്പോൾ നമ്മളിതിൽ ആദ്യം ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സോഷ്യൽ മീഡിയ ഐക്കൺസ് ഉണ്ട്, അതിലൊക്കെ ഫോളോ ചെയ്യാൻ നിങ്ങൾ താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യാം. ഇമ്പോർട്ടൻറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇമ്പോർട്ടൻറ്റ് ലിങ്ക്സ് ആണ് ഒരു ടാബിൾ കാണാം. നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഒന്ന് ഡൗൺലോഡ് ചെയ്യാം. ആപ്ലിക്കേഷൻ ഫോം എന്ന് പറഞ്ഞിട്ട് ഇത് ഓപ്പൺ ആക്കാം. ആപ്ലിക്കേഷൻ ഫോം എന്നുള്ളത് ഓപ്പൺ ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം IBPSൻ്റെ ഒരു ലോഗോ കൂടെ നിങ്ങൾക്ക് കാണാം. ഓക്കെ. കോമൺ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ് CRP എന്ന് കാണാം. നിങ്ങൾക്ക് പ്രൊബേഷണറി ഓഫീസർ ഓർ മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്ന് കാണാം. സ്റ്റാർട്ടിംഗ് ഡേറ്റും ക്ലോസിംഗ് ഡേറ്റും കൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ഉണ്ട്. ഓൾറെഡി രജിസ്റ്റർ ചെയ്താൽ ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് കാര്യങ്ങളൊക്കെ ആ ഡേറ്റൊക്കെ നമ്മൾ പറഞ്ഞല്ലോ, ആ ഡേറ്റിലൊക്കെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾക്ക് മെയിലായിട്ട് SMS ആയിട്ടൊക്കെ അവർ അറിയിക്കും കേട്ടോ. ഓക്കെ. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ അനുസരിച്ച് ഡൗൺലോഡ് ചെയ്യണം. അപ്പോൾ ക്ലിക്ക് ഹിയർ ഫോർ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക നിങ്ങൾ. അങ്ങനെ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ഇതൊന്ന് സൂം ചെയ്തിട്ട് കാണിക്കാം. നമുക്ക് വിവിധ സ്റ്റെപ്പുകൾ, അത് ബേസിക് ഇൻഫർമേഷനാണ് ഫസ്റ്റ് കൊടുക്കുന്നത്. പിന്നെ ഫോട്ടോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക, പിന്നെ മറ്റ് ഡീറ്റെയിൽസ് പ്രിവ്യൂ, ദെൻ അപ്ലോഡ്, ലെഫ്റ്റ് തമ്പ് പ്രശ്നങ്ങളുടെ കാര്യങ്ങളും, ദെൻ പേയ്മെൻറ്റ് ലാസ്റ്റ് ഘട്ടം. ഓക്കെ. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതൊന്ന് ഞാൻ ഫില്ല് ചെയ്തിട്ട് കാണിക്കാം.
ഇവിടെ നമ്മുടെ പേര് കൊടുക്കാം, ദെൻ കൺഫേം പേര്, ഇവിടെ നമ്മുടെ നെയിം കൺഫേം ചെയ്യുക. ഇവിടെ കൊടുക്കുന്നത് നമ്മൾ എറർ മാക്സിമം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഫസ്റ്റ് നെയിം ദെൻ കൺഫേം കൊടുക്കുക, ദെൻ മിഡിൽ നെയിം ഉണ്ടെങ്കിൽ കേട്ടോ കൺഫേം കൊടുക്കുക, ലാസ്റ്റ് നെയിം ഉണ്ടെങ്കിൽ കൊടുക്കുക, കൺഫേം കൊടുക്കുക. അപ്പോൾ ഇവിടെ ഫുൾ നെയിം എന്നാണ് ഇവിടെ കാണാൻ നിങ്ങൾക്ക്. അപ്പോൾ ഈ ഫുൾ നെയിം നമ്മളിവിടെ കൊടുക്കുന്ന പേരിന് എങ്ങനെയാണോ മിഡിൽ നെയിം ലാസ്റ്റ് നെയിം ഒക്കെ കൊടുക്കുന്നതനുസരിച്ച് നമ്മൾ ഫുൾ നെയിം ഇവിടെ എഴുതി കാണിക്കും. ആ ഫുൾ നെയിം നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യുക, നിങ്ങളുടെ SSLC ബുക്കിൽ അതേപോലെയാണോ കാണിക്കുന്നതെന്ന് കേട്ടോ. അതല്ലെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ മാറ്റം വരുത്തണം. SSLC ബുക്കിൽ എങ്ങനെയാണോ നമ്മുടെ പേര് അതുപോലെ തന്നെ നമ്മൾ കൊടുക്കണം. മൊബൈൽ നമ്പർ കൊടുക്കുക, കൺഫേം മൊബൈൽ നമ്പർ. ഇനി വേറെ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ദെൻ ഇമെയിൽ ID കൊടുക്കാം. അപ്പോൾ ഇമെയിൽ ID നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് ഫുൾ ഇവിടെ കൊടുക്കരുത്. ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാനിവിടെ ജിയോ സിയാൽ എന്ന് കൊടുക്കാം. ജിയോ സിയാൽ എജുലാൻഡ് എന്നാണ് എൻ്റെ ജിയോ സിയാൽ എജുലാൻഡ്. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ യൂസർ നെയിമായിട്ട് വരുന്നത്. പിന്നെ ഡൊമെയിൻ നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്യണം. കണ്ടോ, ഇതൊരു ഡ്രോപ്പ് ഡൗൺ മെനുവാണ്. ഇവിടുന്ന് നമ്മൾ @gmail.com ആണെങ്കിൽ അത് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിവിടെ കാണിക്കും. അല്ലാതെ ഫുള്ള് ഇവിടെ നിങ്ങൾ ആ ഡൊമെയിൻ ഇവിടെ ഇതിൽ അടിച്ചു കൊടുത്താൽ എറർ വരും, പേജ് ലോഡാവില്ല. പിന്നെ ഇവിടെ രണ്ടാമതുണ്ടല്ലോ കൺഫേം ഇമെയിൽ ID. ഇവിടെ നമ്മൾ യൂസർ നെയിം പ്ലസ് ഡൊമൈൻ നെയിം കംപ്ലീറ്റ് അടിക്കണം. GOCL ejuland@gmail.com നമ്മൾ അടിച്ചു കൊടുക്കുക, കംപ്ലീറ്റ് അടിച്ചു കൊടുക്കുക. ഓക്കെ, എന്നിട്ടായി സെക്യൂരിറ്റി കോഡ് അടിച്ചിട്ട് നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. ഞാൻ അതൊന്ന് ഫില്ല് ചെയ്തിട്ട് കാണിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ക്യാപ്ച കോഡ് അടിച്ചു, സെക്യൂരിറ്റി കോഡ് അടിച്ചു, ഇവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കട്ടെ. എല്ലാം ഫില്ല് ചെയ്തു. നമ്മളിവിടെ ഒന്നുകൂടെ കൺഫർമേഷൻ ചോദിക്കുന്നുണ്ട്, ഓക്കെ കൊടുക്കാം. അതിന് ഓക്കെ കൊടുത്ത സമയത്ത് നിങ്ങൾക്കൂടെ കാണാൻ പറ്റും. അടുത്ത നമ്മൾ വന്നിരിക്കുന്ന ഫോട്ടോ സിഗ്നേച്ചറിലേക്കാണ്. അതിന് മുന്നേ ഇവിടെ ഒരു ഗ്രീൻ കളറിലൂടെ കാണാം യുവർ പ്രൊഫഷണൽ രജിസ്ട്രേഷൻ നമ്പർ. നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറാണ് അത് നിങ്ങൾ എഴുതി സൂക്ഷിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ എവിടെയെങ്കിലും എഴുതി വെക്കുക. അതുപോലെ തന്നെ നമ്മുടെ പാസ്വേഡും സിസ്റ്റം ജനറേറ്റ് ചെയ്ത പാസ്വേഡും ഇവിടെ കാണിക്കും. ആ പാസ്വേഡ് നമ്മൾ എന്ത് ചെയ്യണമെങ്കിൽ എഴുതി സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു രജിസ്ട്രേഷൻ നമ്പർ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു താൽക്കാലികമാണ്. അത് നമ്മൾ ഈ ആപ്ലിക്കേഷൻ ഫീ കാര്യങ്ങളൊക്കെ കൊടുത്താലാണ് അത് പെർമനൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു വാലിഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ നമ്പർ ആകുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ എവിടെയെങ്കിലും എഴുതി സൂക്ഷിക്കുക. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ സ്കാൻഡ് ഫോട്ടോഗ്രാഫ് നമ്മളിവിടെ അപ്ലോഡ് ചെയ്യണം. ആദ്യം അതാ ചെയ്യേണ്ടത്. ബ്രൗസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. നമ്മളിവിടെ ഫോട്ടോ ഇവിടെ അപ്ലോഡ് ചെയ്തു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം വെച്ചാൽ ആ ഒരു കറക്റ്റ് ഡയമെൻഷനൊക്കെ കീപ്പ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി രണ്ടാമത് നമ്മൾ ലൈവ് ക്യാപ്ചർ ചെയ്യണം എന്നാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം ക്യാപ്ചർ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അത് ക്ലിക്ക് ചെയ്യാം. ഇനി ഇവിടെ വേറൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ മൊബൈൽ ഫോൺ വഴി നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ ഞാനിതാണ് ക്ലിക്ക് ചെയ്യാമെന്ന് കൊടുക്കുന്നു. ജസ്റ്റ് ഞാൻ സ്കാൻ ചെയ്യാം. ഈ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യാം. ആ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നേരെ ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തുതരാം. ആ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ മൊബൈലിലേക്ക് ആ ഒരു നമ്മുടെ രജിസ്ട്രേഷൻ നമ്പറൊക്കെ കാണിച്ച് നമുക്ക് ആ ഒരു ലോഗിൻ ആയി കാണും നമ്മുടെ മൊബൈലിൽ. ഓക്കെ, അപ്പോൾ അവിടെ നിങ്ങൾക്ക് ക്യാപ്ചർ ഫോട്ടോ എന്ന് കാണാൻ പറ്റും. അപ്പോൾ അത് ഓണാക്കാം. അത് ഓണാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഫോട്ടോ എടുക്കാം. അപ്പോൾ ഞാൻ വെറുതെ ഒരു ഇതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്ത് കാണിക്കാം നിങ്ങൾക്ക്. അപ്പോൾ നമ്മളത് ഫോട്ടോ എടുത്ത് നമുക്ക് ഓക്കെ ആണെങ്കിൽ അത് നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ പാസ്പോർട്ട് സൈസ് രീതിയിൽ തന്നെയുള്ള ഒരു ഫോട്ടോ ആയിരിക്കണം. ബാക്ക്ഗ്രൗണ്ട് ഒന്നും ഉണ്ടാകാൻ പാടില്ല. നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ ഫേസും ഒക്കെ കാണുന്ന രീതിയിൽ നല്ലൊരു ഫോട്ടോ ആയിരിക്കണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളെ തിരിച്ചറിയാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ ആയിരിക്കണം. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾ എന്താണ് കമ്പ്യൂട്ടറിലാണ് ചെയ്യുന്നത് എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ജസ്റ്റ് ഈ QR കോഡ് ഓപ്പൺ ആക്കുക, അതാക്കുക. ഇനി കമ്പ്യൂട്ടറിൽ നിങ്ങൾക്ക് നല്ല വെബ് ക്യാം, നല്ല ക്ലാരിറ്റി ഉള്ള വെബ് ക്യാം എന്നാണെങ്കിൽ ഇതാ ക്യാപ്ചർ ഫോട്ടോ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അങ്ങനെയും ഓപ്പൺ ആക്കിയിട്ട് എടുക്കാം കേട്ടോ. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഇവിടെ ഫോട്ടോ എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം ലൈവ് ക്യാപ്ചറിൽ ഒരു ഇമേജ് വന്നിട്ടുണ്ട്. ഈ ഇമേജ് ഞാൻ എങ്ങനെ എടുത്തത് വെച്ചാൽ ഈ ഇമേജ് ഉണ്ടല്ലോ മുകളിലത്തെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് അതായിട്ട് എടുത്തത്. നിങ്ങൾ അങ്ങനെയല്ല എടുക്കേണ്ടത്, നിങ്ങൾ ലൈവായിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പം ഞാൻ എളുപ്പത്തിന് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് എന്താണ് ഞാൻ ഈ ഒരു ഫോട്ടോ തന്നെ ജസ്റ്റ് ക്യാമറ ഉപയോഗിച്ചിട്ട് എടുത്തിട്ടാണ്. അപ്പോൾ അത് അപ്ലോഡ് ആയിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒരു ഫോട്ടോ നിങ്ങളിവിടെ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, ഓൾറെഡി നമ്മളൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് നമ്മുടെ കയ്യിലുണ്ടാവും. അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യാം. ഇവിടെ ക്യാപ്ചർ അല്ലെങ്കിൽ ഈ QR കോഡ് സ്കാൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ക്യാപ്ചർ ഫോട്ടോ എന്നുള്ള ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് വെബ് ക്യാം യൂസ് ചെയ്യാം. നിങ്ങളുടെ ലാപ്പ് ആണെങ്കിൽ അതിൻ്റെ ക്യാമറ ഉണ്ടാവും. അത് യൂസ് ചെയ്തിട്ട് അങ്ങനെ വേണം എടുക്കാൻ. ക്ലിയർ ഉണ്ടെങ്കിൽ, ക്ലിയർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുകയെന്ന് വെച്ചാൽ ഈ QR കോഡ് ജസ്റ്റ് നിങ്ങളെ എന്താണ് മൊബൈലിൽ സ്കാൻ ചെയ്യുക. ജസ്റ്റ് ഗൂഗിൾ ഓപ്പൺ ആക്കി അങ്ങനെ വേണമെങ്കിൽ സ്കാൻ ചെയ്യാം. ഓക്കെ, എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കാൻ ചെയ്യാം. സ്കാനർ ഉപയോഗിച്ച് സ്കാൻ ചെയ്താൽ നിങ്ങൾക്ക് ആ ലിങ്ക് കിട്ടും. അതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ എന്ത് ചെയ്യാം, നമ്മുടെ മൊബൈലിൽ അതിൽ ലോഗിൻ ആവും. ലോഗിൻ ആയാലും അവിടെ ക്യാപ്ചർ എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും. ഞാൻ ജസ്റ്റ് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യാം. ആ ക്യാപ്ചറിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്യാമറ ഓണായി വരും. അപ്പോൾ ക്യാമറ ഓണായി വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ബാക്ക് ക്യാമറ ആണ് ഓണായി വരുന്നതെങ്കിൽ നിങ്ങൾ വേറെ ആർക്കുണ്ടെങ്കിലും എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് ബാക്ക് ക്യാമറ നല്ല ക്ലിയർ ഉണ്ടെങ്കിൽ അങ്ങനെ നിങ്ങളെ എടുപ്പിക്കാം. ഇനി അതെല്ലാം നിങ്ങൾക്ക് ഫ്രണ്ട് ക്യാമറ നല്ല ക്ലിയർ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു പ്രതലത്തിൽ നല്ലൊരു ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉള്ള സ്ഥലത്ത് പോയി നിൽക്കുക. പ്ലെയിൻ ആയിട്ടുള്ള നല്ല ലൈറ്റൊക്കെ ഉള്ള സ്ഥലത്ത് നിങ്ങൾ സ്ട്രൈറ്റ് ആയിട്ട് നിങ്ങളുടെ ഫേസൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്ന രീതിയിൽ
നിങ്ങളെ ഫോട്ടോ എടുക്കുക ലൈവായിട്ട്. എന്നിട്ട് അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ വേണമെങ്കിൽ റീടേക്ക് ചെയ്യാൻ ചെയ്യണമെങ്കിൽ റീടേക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, യൂസ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ വരും. അപ്പോൾ നമ്മൾ യൂസ് ദീസ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ അവിടെ ലോഡിങ് കാണിക്കും. ലോഡിങ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ വെബ്സൈറ്റിൽ അത് എന്ത് ചെയ്യും, അത് അപ്ഡേറ്റ് ചെയ്യുന്നത് കാണാൻ പറ്റും കേട്ടോ. ഇപ്പോൾ ഞാൻ ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ഫോട്ടോ ഇതിങ്ങനെയല്ല, ഇത് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നതിൻ്റെ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്താണ്. പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയല്ല എടുക്കേണ്ടത്. അത് നിങ്ങളുടെ രണ്ടാമത്തെ ലൈവ് ഫോട്ടോ എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈവായിട്ടുള്ള ഫോട്ടോ ആണ് എടുക്കേണ്ടത് കേട്ടോ. ഇത് ഞാൻ മോൾ തന്നെ വെറുതെ കോപ്പി ചെയ്ത് ഇവിടെ കിട്ടതാണ്. ജസ്റ്റ് അതിൻ്റെ ഫോട്ടോ എടുത്തിട്ടാണ് നിങ്ങൾ എളുപ്പത്തിന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളായി കൺഫേം എന്നുള്ളത് കൊടുക്കുന്നു. ആ ഒരു സംഭവം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിങ്ങൾക്ക് സ്കാൻഡ് സിഗ്നേച്ചർ ഇവിടെ അപ്ലോഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ബ്രൗസ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുന്നു. ഇതുപോലെ നമ്മൾ സിഗ്നേച്ചറും ഡയമെൻഷനൊക്കെ സെറ്റാക്കി വെക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് സിഗ്നേച്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ സിഗ്നേച്ചർ പ്രോപ്പറായിട്ട് ഇടുക. എന്നിട്ട് നമ്മൾ കൺഫേം എന്ന് കൊടുക്കുക. എന്നിട്ട് നെക്സ്റ്റ് എന്ന് കൊടുക്കുക. അങ്ങനെ നെക്സ്റ്റ് എന്ന് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇനി നമ്മളിവിടെ ബേസിക് ഡീറ്റെയിൽസ്, ഈ ഒരു ഡീറ്റെയിൽസിൽ ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കണം. പിന്നെ ക്വാളിഫിക്കേഷൻ, പിന്നെ പ്രിഫറൻസ്, ഇങ്ങനെ 3 കാര്യങ്ങളാണ് അതിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങളെ കാറ്റഗറി ആണ്. ഇപ്പോൾ ജനറലാണ്, ജനറൽ എന്ന് കൊടുക്കുക. അപ്പോൾ OBC NCL ആണെങ്കിൽ നിങ്ങൾക്ക് OBC NCL എന്ന് കൊടുക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ വാലിഡ് സർട്ടിഫിക്കറ്റ് കാര്യങ്ങൾ ഉണ്ടായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ജനറലാണ് കൊടുക്കുന്നത്. ഇപ്പോൾ ഇൻ കേസ് നിങ്ങൾ OBCയിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്. ഇതാണ് എപ്പോഴും എല്ലാ വിദ്യാർത്ഥികൾക്കും സംശയം വരുന്നതുകൊണ്ടാണ് ഇത് പറയുന്നത്. OBCയിൽ തന്നെ ക്രിമിലിയർ, നോൺ ക്രിമിലിയർ. ക്രിമിലിയർ വിഭാഗത്തിന് യാതൊരുവിധ റിസർവേഷനോ ഏജ് റിലാക്സേഷനോ ലഭിക്കില്ല. അപ്പോൾ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ ജനറലായിട്ട് കൊടുക്കണം കേട്ടോ. ഓക്കെ, ഇനി അതെല്ലാം നിങ്ങൾ OBC NCL കൊടുക്കുകയാണെങ്കിൽ നിങ്ങളടുത്ത് സർട്ടിഫിക്കറ്റ് വേണ്ടി വരും കേട്ടോ, വാലിഡ് ആയിട്ടുള്ള. അല്ലെങ്കിൽ നമ്മൾ ജനറലിന് കൊടുക്കണം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി ഇവിടെ ജനറലാണ് കൊടുക്കുന്നത്. ഇനി അടുത്തത് നമുക്ക് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ കേട്ടോ, അതായത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റി ഉള്ള PWBD കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. യെസ് എന്ന് കൊടുത്താൽ അവർ ഈ പറയുന്ന ടൈപ്പ് ഓഫ് ഡിസബിലിറ്റി അതിനുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കണം. അതുപോലെ തന്നെ അടുത്ത നമ്മളോട് ഡിസബിലിറ്റി ഉള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നമുക്ക് കോമ്പൻസേറ്ററി ടൈം, അതായത് എക്സാം ടൈം കുറച്ചധികം വേണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മുകളിൽ യെസ് എന്ന് കൊടുത്താലാണ് ഇതൊക്കെ നമുക്ക് എനേബിൾ ആകുക. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ അവർക്ക് അധിക ടൈം വേണമെങ്കിൽ യെസ് എന്നൊക്കെ കൊടുക്കുക. അതുപോലെ തന്നെ സെറിബ്രൽ പാൾസി, അങ്ങനെ ഒരുപാട് കാറ്റഗറി ഉണ്ടല്ലോ അതിൽ. അപ്പോൾ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവരനുസരിച്ച് കൊടുക്കുക. ഇതൊക്കെ PWD റിലേറ്റഡ് ആയ കാര്യങ്ങളാണ്. ഇവിടെ നമ്മളൊന്നും ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അതോടൊപ്പം തന്നെ ഇതും ഒരു PWD ആക്റ്റുമായി ബന്ധപ്പെട്ട RPW ആക്റ്റുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അതായത് നിങ്ങൾക്ക് ഈ പറയുന്ന ഈ റൈറ്റിംഗ് ഡിഫിക്കൽറ്റി ഒക്കെ ഉള്ള അങ്ങനെയൊക്കെ നിങ്ങൾ എന്തെങ്കിലും ആ ഒരു കാറ്റഗറിയിൽ പെട്ടാതെന്ന് ഉറപ്പുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഇവിടെ യെസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്കിവിടെ നോ കൊടുക്കാം. ഓക്കെ, നമ്മൾ നോർമലി ഉള്ള വിദ്യാർത്ഥികളാണ് നമ്മളിവിടെ നോ ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അങ്ങനെ യെസ് എന്ന് കൊടുത്താൽ അവർക്ക് കോമ്പൻസേറ്ററി ടൈം, അതായത് കുറച്ച് എക്സ്ട്രാ ടൈം കാര്യങ്ങൾ കിട്ടും. അങ്ങനെ വേണമെങ്കിൽ യെസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ നോ കൊടുക്കാം. ഓക്കെ, ഇതൊക്കെ അതുമായി ബന്ധപ്പെട്ടുള്ളതാണ്, നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഇത് യെസ് എന്ന് കൊടുത്തവർ അതിൻ്റെ ആ ഒരു മെഡിക്കൽ അതോറിറ്റി കൊടുക്കുന്ന സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ അപ്ലോഡ് ചെയ്യും എന്നുള്ളതിൻ്റെ ജസ്റ്റ് സർട്ടിഫൈ ചെയ്യാം കേട്ടോ ഇവിടെ. ഓക്കെ, അപ്പോൾ അങ്ങനെ ഉള്ളവർ ചെയ്താൽ മതി, നമ്മളത് നോക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി അതോടൊപ്പം തന്നെ നമ്മൾ ഗവൺമെൻറ് അല്ലെങ്കിൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. ഇനി അടുത്തത് എക്സ് സർവീസ്മാൻ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. അപ്പോൾ നോ കൊടുത്താൽ അതൊക്കെ ഓട്ടോമാറ്റിക്കായി ഡിസേബിൾ ആണെന്ന് നമ്മളൊന്നും ചെയ്യേണ്ട. യെസ് കൊടുത്താൽ അതിനൊക്കെ കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ഫില്ല് ചെയ്യുക. നിങ്ങൾ ഇതൊന്നും നമ്മൾ ഫില്ല് ചെയ്യേണ്ട ആവശ്യമില്ല. അടുത്തിവിടെ ചോദിക്കുന്നത് നമ്മൾ ഏത് റിലീജിയൻ ആണെന്നുള്ളതാണ്. അപ്പോൾ ഞാനിവിടെ ഹിന്ദുസാണ് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ മുസ്ലിം, ക്രിസ്ത്യൻ, മറ്റു മതങ്ങളൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് കൊടുക്കാം. അപ്പോൾ അത് കൊടുത്താൽ നിങ്ങളോട് അടുത്ത് ചോദിക്കുന്നത് റിലീജിയസ് മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആണെന്നാണ്. അങ്ങനെയാണെങ്കിൽ യെസ് കൊടുക്കുക. ഇപ്പോൾ ഹിന്ദുസ് ആണെങ്കിൽ അത് നോ ആണ് കൊടുക്കേണ്ടത്. ഈ മുസ്ലിം അതുപോലെ ക്രിസ്ത്യൻ മറ്റേതെങ്കിലും മതങ്ങളാണെങ്കിൽ അവർ യെസ് എന്നുള്ളതാണ് കൊടുക്കേണ്ടത് കേട്ടോ. അടുത്ത് നിങ്ങളോട് ചോദിക്കുന്നത് ഇത്തരം എക്സാമിനേഷൻ നിങ്ങൾ മുൻപ് എഴുതിയിട്ടുണ്ടോ എന്നാണ്. ഉണ്ടെങ്കിൽ യെസ് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. യെസ് കൊടുത്താൽ എത്ര ടൈം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു, അതിൽ ഏതൊക്കെയാണ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് വെച്ചാൽ ഇവിടെ കൊടുക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൽ ഏതാ അറ്റംപ്റ്റ് ചെയ്ത് വെച്ചാൽ നിങ്ങളത് ഇതിൽ സെലക്ട് ചെയ്യണം. മുൻപ് അറ്റൻഡ് ചെയ്ത് ഏതാ വെച്ചാൽ നിങ്ങളതിൽ സെലക്ട് ചെയ്യണം. ഏത് എക്സാമാണ്, എത്രാമത്തെ എക്സാമാണ്, എത്രാമത്തെ കാറ്റഗറി, നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓർമ്മ ഉണ്ടാവല്ലോ. ഓക്കെ, അപ്പോൾ എത്ര ടൈം നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്ത് വെച്ചാൽ അത് നിങ്ങൾ എന്തിനാണ് കൊടുക്കണം. ഇല്ലാത്തൊരു നോ കൊടുക്കുക. അപ്പോൾ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ യെസ് എന്ന് കൊടുത്തിട്ട് ഇപ്പോൾ ഒന്നിലധികം ഈ പറയുന്ന കാറ്റഗറി എക്സാമിനേഷൻ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് ഒന്ന് സെലക്ട് ചെയ്യാനായിട്ട് കൺട്രോൾ അടിക്കുക. കൺട്രോൾ അടിച്ചിട്ട് നിങ്ങൾ വീണ്ടും സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് മൾട്ടിപ്പിളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ഒന്നിലധികം നിങ്ങൾ ഈ പറയുന്ന കാറ്റഗറി എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ കൺട്രോൾ അടിക്കുക, എന്നിട്ട് ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തൊക്കെ അയച്ചാൽ ഓക്കെ. അല്ലാത്തൊരു ഇപ്പോൾ 3 എക്സാമാണ്, 3 കാറ്റഗറിയാണ്, 3 ആണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അങ്ങനെ കൺട്രോൾ അടിച്ചിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. നോ കൊടുക്കുകയാണെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അടുത്ത നമ്മളോട് ചോദിക്കുന്നത് നമ്മൾ ഏതെങ്കിലും ഈ പറയുന്ന പാർട്ടിസിപ്പേറ്റിംഗ് ബാങ്കിൽ, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ലിസ്റ്റ് ബാങ്കിൻ്റെ, ആ ബാങ്കിൽ എവിടെയെങ്കിലും നമ്മൾ അപ്രൻറ്റീഷിപ്പ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുത്താൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ അപ്രൻറ്റീഷിപ്പ് ഒക്കെ വിളിക്കാറുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അപ്രൻറ്റീഷിപ്പ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. അതിൻ്റേതായിട്ടുള്ളൊരു ബെനിഫിറ്റ് കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെയുള്ള സമയത്തേക്ക് കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇവിടെ യെസ് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് മൊത്തം കൊടുക്കണം. ഏത് ബാങ്കാണ്, അതിൻ്റെ ടൈം ഓഫ് പീരീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നാഷണൽ അപ്രൻറ്റീഷിപ്പ് ട്രെയിനിങ്, അതായത് നാറ്റ്സിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പറും
എൻറോൾമെൻറ്റ് നമ്പർ ഉണ്ടോ അത് ഇവിടെ കൊടുക്കണം. ഓക്കെ, യെസ് എന്ന് കൊടുത്താൽ ഇവിടെ നമുക്ക് കൊടുക്കാനുള്ള ഇത് എനേബിളായി വരും. ഇനി രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ നോ എന്ന് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ ചെയ്യാം കേട്ടോ. അവിടെ അപ്പം ഞാനിവിടെ നോ ആണ് കൊടുക്കുന്നത്. അടുത്ത നമ്മൾ ചോദിക്കുന്നത് നാഷണാലിറ്റി കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഇന്ത്യൻ സെലക്ട് ചെയ്യുക, സ്റ്റേറ്റ് നമ്മൾ ഏതാണെന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമ്മളിവിടെ കേരള എന്നാണ് കൊടുക്കുന്നത്. ഓക്കെ, അടുത്തത് നമ്മൾ സ്റ്റേറ്റ് കോഡ് ഇവിടെ ഓട്ടോമാറ്റിക് വരും. ദെൻ നമ്മൾ പ്രിഫറൻസ് കൊടുക്കണം. അതായത് പ്രിലിമിനറി എക്സാമിനേഷൻ നമുക്ക് എവിടെയാണ് വേണ്ടത് എന്നാണ് ഞാനിവിടെ കോഴിക്കോടാണ് കൊടുക്കുന്നത്. ദെൻ മെയിൻ എക്സാമിനേഷൻ സെൻറ്റർ എവിടെയാണ് വേണ്ടത് ചോദിക്കുന്നുണ്ട്, അത് ഞാൻ കോഴിക്കോട് കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഏത് ഐ ഡി ആണ് എക്സാമിനേഷന് പോകുമ്പോൾ നമ്മൾ കൊണ്ടുപോകുക എന്നുള്ളത് നമുക്കിവിടെ ഡ്രോപ്പ് ഡൗൺ മെനു ഉണ്ട്, അതിന് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പോൾ അത് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അത് ഇവിടെ എനേബിൾ ആക്കണം കേട്ടോ, ഡിക്ലെയർ ചെയ്യണം. എന്നിട്ട് ശേഷം നമ്മളത് കൊണ്ടുപോകണം. അത് ഇതന്നെ കൊണ്ടുപോകണം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആധാർ കാർഡാണ് വെക്കുന്നത്. ആധാർ കാർഡ് നമ്പർ ഇവിടെ ചോദിക്കുക, നമ്പർ ജസ്റ്റ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. പേഴ്സണൽ ഡീറ്റെയിൽസിൽ ഇവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കാര്യങ്ങൾ കൊടുക്കുക, ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക, മാരീഡ് ആണോ അൺമാരീഡ് ആണോ സ്റ്റാറ്റസ് കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നോട്ടിഫിക്കേഷൻ്റെ സമയത്ത് പറഞ്ഞു ആധാർ കാർഡ് നമ്മളോട് എടുക്കാൻ അവർ ആവശ്യപ്പെടുന്നുണ്ട്. കാരണം ആധാർ കാർഡ് എടുക്കാത്തവരുണ്ടെങ്കിൽ അപ്പോൾ നമ്മളിവിടെ ഒരു ഡിക്ലറേഷൻ കൊടുക്കണം. അതായത് നമ്മളുടെ ആധാർ ഈ പറയുന്ന വിവിധ റിക്രൂട്ട്മെൻറ്റ് പ്രോസസ്സിൽ യൂസ് ചെയ്യാം എന്നുള്ളത് ഒരു കൺസെൻ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം. അപ്പോൾ യെസ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ആധാർ കാർഡ് നമ്പർ ഇവിടെ കൊടുക്കണം, പാൻ കാർഡ് നമ്പർ ഉണ്ടെങ്കിൽ കൊടുക്കാം. അടുത്തത് നിങ്ങൾക്ക് ട്വിൻ ബ്രദറോ സിസ്റ്റർ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. യെസ് എന്ന് കൊടുത്താൽ അവരുടെ കാറ്റഗറിയൊക്കെ ഇവിടെ കൊടുക്കണം കേട്ടോ, അവരുടെ പേരും കാര്യമൊക്കെ. അപ്പോൾ നമ്മൾ നോ കൊടുക്കുക. അല്ലാത്തവർ അതുപോലെ തന്നെ ട്വിൻ ആണെങ്കിൽ അവർക്ക് ഈ പറയുന്ന എക്സാമിനേഷൻ എഴുതിയിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു ID പ്രൂഫും കാര്യങ്ങളൊക്കെ കൂടെ കൊടുക്കണം കേട്ടോ. അത് കാരണം എക്സാമിന് നിങ്ങൾ ആൾ മാറി കയറുന്ന അതൊക്കെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഫാദറിൻ്റെ പേര് മദറിൻ്റെ പേര് അതൊക്കെ കൊടുക്കണം. അതുപോലെ തന്നെ അഡ്രസ്സാണ് ഇനി അടുത്തത്. കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സാണ് ഫസ്റ്റ് കൊടുക്കേണ്ടത്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവിടെ പെർമനൻറ്റ് അഡ്രസ്സ് ഉണ്ട്. അപ്പോൾ മുകളിൽ കൊടുത്ത അഡ്രസ്സ് തന്നെയാണ് താഴെ വേണമെങ്കിൽ സെയിം ആസ് എന്നുള്ളൊരു കോളുണ്ട്, ജസ്റ്റ് അതിൽ ടിക്ക് ചെയ്താൽ മുകളിലത്തെ അഡ്രസ്സ് ഇവിടെ കോപ്പി ആയിക്കോളും. അത് കൊടുത്തതിന് ശേഷം പിന്നെ അപ്ലിക്കേഷൻ ഫീ ഇവിടെ കാണിക്കും. എന്നിട്ട് നമ്മൾ വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് അടിച്ചിട്ട് സേവ് നെക്സ്റ്റ് അടിച്ച് ഞാൻ കാണിക്കും. അപ്പോൾ നമ്മൾ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്താൽ ഇവിടെ ലാസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് നമ്മൾ GST ഇൻവോയ്സ് അത് നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അതിൽ ഏതാ കൊടുക്കേണ്ടത്, ഏത് അഡ്രസ്സ് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്ലിക്കേഷൻ ഫീ ഇവിടെ കാണിക്കും. ഇപ്പോൾ 850 രൂപയാണ് ഇവിടെ അപേക്ഷ ഫീസ്. വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് എന്നുള്ള ക്ലിക്ക് ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ വേണ്ടത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തോ ഒരു പ്രശ്നം ഉണ്ടാവും, ജസ്റ്റ് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യട്ടെ എന്താണ് പ്രശ്നം എന്നുള്ളത്. ഇതവിടെ കാണാൻ പറ്റും. ID പ്രൂഫ് നമ്പർ കൊടുത്ത് തെറ്റാണ്. ഞാൻ ജസ്റ്റ് നിങ്ങളെ കാണിക്കുന്നതിന് വേണ്ടി ഒരു നമ്പറാണ് കൊടുത്ത്. ഞാൻ എളുപ്പത്തിന് വേറെ വോട്ടർ ID കാർഡ് നമ്പർ കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് എന്തെങ്കിലും നമ്പർ അടിച്ചു കൊടുത്താൽ മതി ജസ്റ്റ്. ഓക്കെ, നമ്മൾ ID നമ്പർ അവിടെ കൊടുത്തു. ഇനി ജസ്റ്റ് വാലിഡേറ്റ് വീണ്ടും കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ഇഷ്യൂ എന്ന് വെച്ചാൽ അവിടെ കാണിക്കും, നിങ്ങളത് നോക്കിയാൽ മതി. അപ്പോൾ ഇവിടെ കാണാൻ വെരിഫൈഡ് സക്സസ്ഫുള്ളി ആണ് പോപ്പപ്പ് വരും, മെസ്സേജ് ജസ്റ്റ് ഓക്കെ കൊടുക്കാം. അങ്ങനെ ഓക്കെ കൊടുത്താൽ ജസ്റ്റ് സേവ് ആൻഡ് നെക്സ്റ്റ് എന്ന് കൊടുക്കാം. നമ്മൾ നേരെ എന്ത് ചെയ്യും, അടുത്ത പേജിലേക്ക് പോകും. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് പേജിൽ വന്ന ഇവിടെ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് കേട്ടോ കൊടുക്കേണ്ടത്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കിവിടെ ഓർഡറിൽ കാണാം. നിങ്ങൾക്ക് ഫസ്റ്റ് നിങ്ങൾ ആ റോയിൽ കൊടുക്കേണ്ട SSLC ഡീറ്റെയിൽസ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ നെയിം ഓഫ് ബോർഡ് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾ പഠിച്ച സ്കൂളിൻ്റെ പേര് ഇവിടെ കൊടുത്താൽ മതി. ഓക്കെ, അതിനുശേഷം നമ്മൾ പാസിംഗ് ഇയർ ഡേറ്റ് പാസിംഗ് ഡേറ്റും ആണ് ഇവിടെ കൊടുക്കേണ്ടത്, മന്തൊക്കെ കൊടുക്കണം. നമ്മുടെ സർട്ടിഫിക്കറ്റിൽ ഉണ്ടായിരിക്കും, അത് കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക. അതിനുശേഷം എത്ര പെർസെൻറ്റേജ് നിങ്ങളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ഫസ്റ്റ് ക്ലാസ് സെക്കൻഡ് ക്ലാസ് പാസ് ക്ലാസ് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു അറിയാലോ ധാരണ ഉണ്ടാവും, അതിനനുസരിച്ച് കൊടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഗ്രാജുവേഷൻ ഡിഗ്രിയുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അത് പഠിച്ച സ്ഥാപനത്തിൻ്റെ പേരെങ്കിൽ യൂണിവേഴ്സിറ്റി ധരിച്ചാൽ കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഇതിൽ ഏത് ഡിഗ്രിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഈ ലിസ്റ്റ് ഇതിൽ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ഇതിലൊന്നും പെടാത്ത ഡിഗ്രി ആണെങ്കിൽ ഇവിടെ അതേഴ്സ് എന്നുള്ള ഓപ്ഷൻ ഇട്ട് അതിൽ ക്ലിക്ക് ചെയ്യാം. അതേഴ്സ് എന്നുള്ള സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് അത് ഏതാണെന്ന് ഇവിടെ മെൻഷൻ ചെയ്യാം. നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഏതാണോ ഡിഗ്രി മെൻഷൻ ചെയ്തിരിക്കുന്നത് ആ സബ്ജക്റ്റ് ഡിസിപ്ലിൻസ് അല്ലെങ്കിൽ ആ ഒരു കാറ്റഗറി ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ മെൻഷൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി അതല്ല ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യാം, ജസ്റ്റ് അതിനനുസരിച്ച് ബാച്ചലർ ഓഫ് സയൻസ് ആണ് സയൻസ് ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം അതിൽ ഏത് സബ്ജക്റ്റാണ് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ BSc ഇവിടെ സെലക്ട് ചെയ്താൽ BSc ഇത്രയും സബ്ജക്റ്റിൽ കൊടുത്തിട്ടുണ്ട്. ഈ സബ്ജക്റ്റിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിലൊന്നും പെടാത്തതാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ ഞാൻ ഫോർ എക്സാമ്പിൾ BSc ജിയോളജി ആണെങ്കിൽ ഇതിൽ ലിസ്റ്റിലില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ BSc നിങ്ങൾക്ക് കൊടുക്കണം, അതേഴ്സ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം, ജിയോളജി എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി അതിനുശേഷം നിങ്ങൾക്ക് ഡേറ്റ് ഓഫ് പാസിംഗ് ആണ്, നിങ്ങൾ പാസ് ഔട്ട് ആ ഒരു ഡേറ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും, അത് ഇവിടെ കൊടുക്കാം. അതിനുശേഷം പെർസെൻറ്റേജ് ദെൻ അതായത് നിങ്ങൾ ക്ലാസ് ഗ്രേഡ് ഏതാണെന്ന് നിങ്ങൾക്ക് അതനുസരിച്ച് അവിടെ കൊടുക്കാം. ഇനി PG ഉണ്ടെങ്കിൽ PGൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. ഇനി എന്തെങ്കിലും പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കൊടുക്കാം. അതായത് ഡിഗ്രി ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാം. ഇനി അതേഴ്സ് വേറെ എന്തെങ്കിലും കാറ്റഗറി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് നിങ്ങൾക്ക് ലിസ്റ്റ് അതിൽ കൊടുക്കാവുന്നതാണ്. അടുത്ത നിങ്ങളോട് ചോദിക്കുന്നത് കമ്പ്യൂട്ടറിൽ വർക്കിംഗ് നോളജ് ഉണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ യെസ് എന്ന് കൊടുക്കാം. അങ്ങനെ യെസ് എന്ന് കൊടുത്താൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്, ഡിപ്ലോമ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഡിഗ്രി.
ഓക്കെ, അപ്പോൾ കമ്പ്യൂട്ടർ ഓപ്പറേഷൻ ആൻഡ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് അല്ലെങ്കിൽ സ്റ്റഡീസ് ഇൻ ഹൈ സ്കൂൾ ഓർ കോളേജ്, അതായിരിക്കും ഇപ്പോൾ നമ്മൾ ബേസിക് ആയിട്ടൊരു ഡിപ്ലോമ അല്ലെങ്കിൽ സൈഡ് ഡിഗ്രി കോഴ്സും ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഹൈസ്കൂളിലോ കോളേജിലൊക്കെ നിങ്ങൾ കമ്പ്യൂട്ടർ സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ നിൽക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഹൈസ്കൂളിലൊക്കെ IT പഠിക്കുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ സ്റ്റഡി ആയിട്ട് ഹൈസ്കൂൾ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ കമ്പ്യൂട്ടർ ആസ് എ സബ്ജക്റ്റ്, IT ആസ് എ സബ്ജക്റ്റ് എന്നുള്ള ലെവലിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ബാക്കി ഏതെങ്കിലും ഡിപ്ലോമയോ ഡിഗ്രിയോ നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സൈഡ് ഡിഗ്രി കോഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇതൊന്നും പഠിക്കാത്തവർ നമ്മൾ എന്ത് വെച്ചാൽ ഹൈസ്കൂളിൽ നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ടല്ലോ IT, അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് വെച്ചാൽ മതി. ഓക്കെ, അതിനുശേഷം വർക്ക് എക്സ്പീരിയൻസ് ആണ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊടുക്കാം, യാതൊരു നിർബന്ധവും ഇല്ല. അതുപോലെ പ്രസൻ്റ്ലി വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മളിവിടെ നോ കൊടുക്കണം. ഓക്കെ, എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കൊടുക്കാനുള്ള റോ ഉണ്ട്, അതിൽ കറക്റ്റായിട്ട് നിങ്ങൾ കൊടുക്കാം. മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ഇനി അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രീ എക്സാം ട്രെയിനിങ്, അതായത് SC OBC അതുപോലെ മൈനോറിറ്റി റിലീജിയനുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ എന്താണ് ഫ്രീ ആയിട്ട് ആ ഒരു എക്സാം പാറ്റേണിനെ കുറിച്ചിട്ടും അതിനെക്കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു ട്രെയിനിങ് ആണ്. അപ്പോൾ അത് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇവിടെ യെസ് എന്ന് കൊടുക്കും. അപ്പോൾ ഞാൻ റിലീജിയൻ ഹിന്ദു കൊടുത്തുകൊണ്ട് എനിക്കിവിടെ കൊടുക്കാൻ നമുക്ക് എലിജിബിൾ അല്ല. അതായത് ഇപ്പം മൈനോറിറ്റി റിലീജിയനായുള്ള ഉദ്യോഗാർത്ഥികളോ അല്ലെങ്കിൽ OBC അല്ലെങ്കിൽ SC ST ഇങ്ങനെയുള്ള കാറ്റഗറിക്ക് മാത്രമേ ഇവിടെ യെസ് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാൻ ജനറൽ കൊടുത്തുകൊണ്ട് എനിക്കിവിടെ എനേബിൾ അല്ല. അപ്പോൾ അങ്ങനെയുള്ളവർ യെസ് കൊടുത്തവർക്ക് ആ ട്രെയിനിങ്ങിന് അറ്റൻഡ് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും എതിരെ എന്തെങ്കിലും നിയമ നടപടികൾ എന്തെങ്കിലും നേരിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് കേട്ടോ. യെസ് എന്ന് കൊടുക്കുക, എന്താണെന്ന് മെൻഷൻ ചെയ്യുക, ഇല്ലെങ്കിൽ നമ്മൾ നോ കൊടുക്കാം. പിന്നെ ഏതൊക്കെ ലാംഗ്വേജസ് നിങ്ങൾക്ക് അറിയുമെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിയെങ്കിൽ ഇവിടെ ഇംഗ്ലീഷ് സെലക്ട് ചെയ്ത് റീഡ് റൈറ്റ് ആൻഡ് സ്പീക്ക്, അതുപോലെ ഹിന്ദി അറിയെങ്കിൽ റീഡ് റൈറ്റ് ആൻഡ് സ്പീക്ക് ഏതാச்சுം നിങ്ങൾ കൊടുക്കാം. പിന്നെ മൂന്നാമത്തെ ലാംഗ്വേജ് അതേഴ്സ്, നിങ്ങൾക്ക് ഏതാണ്, മലയാളമാണ്, മലയാളം എന്ന് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, മലയാളം എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങൾ മലയാളം എന്ന് ടൈപ്പ് ചെയ്തിട്ട് റീഡ് റൈറ്റ് സ്പീക്ക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് കൊടുക്കുക. ഞാൻ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വാലിഡേറ്റ് ചെയ്ത് കാണിക്കാം. ഞാനിവിടെ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തു. വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഞാൻ വാലിഡേറ്റ് കൊടുത്തപ്പോൾ 1 or more എറർ എന്ന് ഇവിടെ കാണിക്കുന്നുണ്ട്. നമ്മളൊരു കാര്യം ഇവിടെ മിസ് ചെയ്തു, ഇത് ഞാൻ സെലക്ട് ചെയ്യാൻ മറന്നു കേട്ടോ. അപ്പോൾ ഇതിൽ ഏതാണെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ആസ് എ സബ്ജക്റ്റ് ആണെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഇനി അതല്ല IT ആസ് എ സബ്ജക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. ഇപ്പോൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ IT മാത്രം പഠിച്ച് പിന്നെ ഡിഗ്രിക്ക് ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല, അതല്ല നിങ്ങൾ ഡിഗ്രിയിലെ കമ്പ്യൂട്ടർ സബ്ജക്റ്റായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ആസ് എ സബ്ജക്റ്റ് കൊടുക്കുക. ഇനി നമ്മൾ IT എന്ന് പറഞ്ഞിട്ട് നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നുണ്ട്, അപ്പോൾ അത് ആണെങ്കിൽ IT ആസ് എ സബ്ജക്റ്റ് എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ, അത് നമ്മൾ സെലക്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ വാലിഡേറ്റ് കൊടുക്കുക. അപ്പോൾ ഇവിടെ വാലിഡേഷൻ സക്സസ്ഫുള്ളി ആയിട്ടുണ്ട്. ഓക്കെ കൊടുക്കുക. ഇവിടെ ലോഡിംഗ് ആണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഞാനിവിടെ സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ സേവ് ആൻഡ് നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത സമയത്ത് ഇനി നമുക്ക് പ്രിഫറൻസ് കൊടുക്കണം. ഏതൊക്കെ ബാങ്കുകളാണ് നിങ്ങൾക്ക് വേണ്ടത് വെച്ചാൽ, ഇപ്പോൾ എനിക്ക് ആദ്യം വേണ്ട ബാങ്ക് കനറ ബാങ്ക് ആണ് വിചാരിക്കുക. അപ്പോൾ ഞാനത് സെലക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം കനറ ബാങ്ക് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അതുപോലെ അത് കഴിഞ്ഞിട്ട് എനിക്ക് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് വേണ്ടത്, അപ്പോൾ അത് അതിൻ്റെ താഴെ വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഓർഡർ അനുസരിച്ച് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് എന്തിനാ ഈ ഒരു പ്രിഫറൻസ് ഇവിടെ കൊടുക്കാൻ പറ്റും. അപ്പോൾ ആ പ്രിഫറൻസ് കൊടുക്കുന്നതനുസരിച്ച് നമുക്ക് ഓർഡർ ഇവിടെ വന്നിട്ടുണ്ടാവും. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഡ്രാഗ് ചെയ്ത് മാറ്റണമെങ്കിൽ മാറ്റും ചെയ്യാം. അപ്പോൾ ബാങ്ക് ഓഫ് ഇന്ത്യ മുകളിൽ വേണമെങ്കിൽ മുകളിലേക്ക് അത് ഇടാം, കനറ ബാങ്ക് അടിയിൽ വരും. ഇനി ബാങ്ക് ഓഫ് ബറോഡ ഏറ്റവും ഫസ്റ്റ് ഓപ്ഷൻ വേണമെങ്കിൽ അത് മുകളിലേക്ക് കൊണ്ടുപോയി ഡ്രാഗ് ചെയ്യാം കേട്ടോ. ബാങ്ക് ഓഫ് ബറോഡ അവിടെ വന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് അങ്ങനെ ഈ ഇതിൽ സെലക്ട് ചെയ്യുന്ന രീതി അല്ലാതെ തന്നെ ഡ്രാഗ് ചെയ്ത് മാറ്റാനുള്ള ഓപ്ഷനും അതിലുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയുടെ ബാങ്ക് ഉണ്ട് കേട്ടോ. ഞാനിത് ജസ്റ്റ് അത് കൊടുക്കാതെ ഞാൻ വാലിഡേറ്റ് എടുത്തപ്പോൾ ഇവിടെ എറർന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിതൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യണം, എല്ലാത്തിലും ക്ലിക്ക് ചെയ്യണം കേട്ടോ അവിടെ. ഓക്കെ, എന്നിട്ട് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുക, അവിടെ വാലിഡേറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൽ യൂക്കോ ബാങ്ക് ഏറ്റവും ടോപ്പിൽ, അപ്പോൾ എനിക്ക് യൂക്കോ ബാങ്ക് ഏറ്റവും ടോപ്പിൽ ഫസ്റ്റ് ഓപ്ഷനാണ്. ഞാൻ അതവിടേക്ക് ഡ്രാഗ് ചെയ്തിടുന്നു. യൂക്കോ ബാങ്ക് ഫസ്റ്റ് ഓപ്ഷൻ ആയിട്ടോ, ഫസ്റ്റ് ആയിട്ടില്ല, കുറച്ചും പാടം കൂടെ എത്തണം. ഓക്കെ, ഫസ്റ്റായി. അപ്പോൾ ഇതൊക്കെ നോക്കണം കേട്ടോ. ഇവിടെ ചിലപ്പോൾ നമുക്ക് ഇതൊന്നും നമ്മൾ പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യില്ല. ഇവിടെ നമുക്ക് ജസ്റ്റ് ഇതെന്താണ് താഴോട്ടുണ്ട് കേട്ടോ. ജസ്റ്റ് സ്ക്രോൾ ഡൗൺ ചെയ്യണം അതിലിട്ടിട്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ച് ഇത് വ്യൂ ആവുള്ളൂ, അല്ലെങ്കിൽ 2 6 7 കാണുള്ളൂ കേട്ടോ. അപ്പോൾ അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതൊക്കെ കൊടുത്തതിന് ശേഷം നമ്മൾ വാലിഡേറ്റ് യുവർ ഡീറ്റെയിൽസ് കൊടുക്കുന്നു. അപ്പോൾ വെരിഫൈഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇനി സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നമ്മൾ പ്രിവ്യൂ ഓപ്ഷനിലേക്കാണ് വന്നത്. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമ്മളെ ഫോട്ടോ ഒക്കെ അറിയാം. അപ്പോൾ ഫോട്ടോ ഞാൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ. ലൈവ് ഞാൻ വേറൊരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് കൺഫ്യൂഷൻ വേണ്ട വെച്ചിട്ടാണ് ഇതേ ഫോട്ടോ തന്നെ ഞാൻ ഇവിടെ ഇട്ട് കാണിക്കുന്നത്. ചില വിദ്യാർത്ഥികളേക്കും ഇതേ ഫോട്ടോ തന്നെ സ്കാൻ ചെയ്തിടാണോ അല്ലെങ്കിൽ ഫോട്ടോ എടുത്തിടാണോ, അതല്ല നമ്മൾ വേറെ തന്നെ ഫോട്ടോകൾ. ഇത് ലൈവാണ്. നമ്മൾ ഈ പറയുന്ന ക്യാപ്ചേർഡ് എന്ന് കാണുന്നതുണ്ടല്ലോ, ഇത് ലൈവാണ്. നിങ്ങളെ ഫോട്ടോ നിങ്ങൾ എന്ത് ചെയ്യണം, നല്ല പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് നിങ്ങൾ ലൈവായിട്ട് എടുക്കേണ്ടതാണ്, നിങ്ങൾ ക്യാപ്ചർ ചെയ്യേണ്ടതാണ്. മുകളിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓൾറെഡി നമ്മളെ കയ്യിലുള്ള സ്കാൻഡ് ഫോട്ടോഗ്രാഫ്, നമ്മൾ ഓൾറെഡി ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തതാണ് മുകളിൽ. രണ്ടാമത്തേത് ലൈവ് ഫോട്ടോ ആണ്, ലൈവായിട്ട് നമ്മളിങ്ങനെ എടുക്കണം. ഓക്കെ, നമ്മളെ ക്യാമറ ഉപയോഗിച്ചിട്ട് എടുക്കാം, ഫോൺ ക്യാമറ, അതല്ലെങ്കിൽ വെബ് ക്യാം യൂസ് ചെയ്ത് നമ്മൾ കമ്പ്യൂട്ടറിലാണെങ്കിൽ കമ്പ്യൂട്ടറിൻ്റെ ക്യാമറ യൂസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ്. വളരെ സിമ്പിളാണ് ഫോട്ടോ എടുക്കൽ കേട്ടോ. അപ്പോൾ നല്ലൊരു പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫ് ക്ലിയർ ഉള്ള നിങ്ങൾ തിരിച്ചറിയുന്ന രീതിയിൽ എടുക്കാമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ്. ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അവിടെ അഗ്രി ചെയ്ത്
അപ്പോൾ നിങ്ങളുടെ പേരിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ളവരുണ്ടാവുമല്ലോ, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് ഇപ്പോൾ നിങ്ങൾ നാളെ ID പ്രൂഫിലുള്ള അതേപോലെ തന്നെ മാച്ച് ചെയ്യുന്ന അതേ പേര് തന്നെയാണ് നമ്മളിവിടെ കൊടുത്തത്. അപ്പോൾ SSLC ബുക്കിലും ID പ്രൂഫിലൊക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം വെച്ചാൽ ഇവിടെ ടിക്ക് ചെയ്യണം. എന്നിട്ട് അതിന് പ്രോപ്പറായിട്ട് എന്താണ് ഡോക്യുമെൻ്ററി എന്താണെന്ന് വെച്ചാൽ പ്രൂഫ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം കേട്ടോ എക്സാമിനേഷൻ ടൈമിൽ. ഓക്കെ, അതല്ലെങ്കിൽ നമ്മളിവിടെ നോർമലാണെങ്കിൽ നമുക്കിവിടെ കുഴപ്പങ്ങളൊന്നുമില്ലെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്യുക, കൺഫേം കൊടുക്കുക. എന്നിട്ട് നമ്മൾ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ കംപ്ലീറ്റ് രജിസ്ട്രേഷൻ കൊടുത്താൽ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഓക്കെ കൊടുക്കാം, കണ്ടിന്യൂ ചെയ്യട്ടെ ചോദിക്കേണ്ടത് ഓക്കെ കൊടുക്കാം. അങ്ങനെ ഓക്കെ കൊടുത്താൽ പിന്നെ വരുന്നത് നമുക്ക് ഡോക്യുമെൻറ്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലെഫ്റ്റ് തമ്പ് ഇംപ്രഷൻ ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, നേരത്തെ നമ്മൾ കാണിച്ച വീഡിയോയിൽ നോട്ടിഫിക്കേഷനിൽ കാണിച്ച ഹാൻഡ് റിട്ടൺ ഡിക്ലറേഷൻ, ഇപ്പോൾ നമ്മുടെ SSLC സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം അതിലേക്ക് അപ്ലോഡ് ചെയ്യണം. ഓക്കെ, എന്നിട്ട് നമ്മൾ കൺഫേം ചെയ്യുക. ഓക്കെ, നമ്മളെല്ലാം അപ്ലോഡ് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അഗ്രി ചെയ്യുക. എന്നിട്ട് നമ്മളിവിടെ കണക്ട് ചെയ്യണം. അതായത് നമ്മുടെ ഡിജിറ്റൽ ലോക്കറുമായിട്ട് നമ്മുടെ ഡാറ്റ ഫെച്ച് ആവുന്നുള്ളതിന് ജസ്റ്റ് അഗ്രി കൊടുക്കുക, യെസ് എന്ന് കൊടുത്തിട്ട് സെക്യൂരിറ്റി കൊടുത്തിട്ട് സേവ് ആൻഡ് നെക്സ്റ്റ് കൊടുക്കുക. അങ്ങനെ നമ്മൾ സേവ് ആൻഡ് നെക്സ്റ്റ് അടിച്ചാൽ നമ്മൾ ഫീ പേയ്മെൻറ്റിലേക്കാണ് വരിക. ഫീ പേയ്മെൻറ്റ് പാടെ കംപ്ലീറ്റ് ആയാലും നമ്മുടെ അപേക്ഷ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇത് ഞാൻ കാണിക്കണം തോന്നുന്നില്ല, കാരണം അത്രയും മതി എനിക്ക് തോന്നുന്നു. ബാക്കി നിങ്ങൾ അങ്ങനെ ചെയ്ത് പോയിക്കോളും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ഒരു അടുത്ത സ്റ്റെപ്പും പാടെ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് നിങ്ങളത് ഫീ പേയ്മെൻറ്റും അടച്ചാൽ നിങ്ങൾ അപേക്ഷ കംപ്ലീറ്റ് ആവുള്ളൂ കേട്ടോ. അപ്പോൾ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ഈ പ്രിവ്യൂവിലൊക്കെ നിങ്ങൾ ഡാറ്റ ഒക്കെ കറക്റ്റായിട്ട് ചെക്ക് ചെയ്യുക. എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രിവ്യൂ പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം ഫൈനൽ സബ്മിഷൻ കൊടുക്കുക. അപ്പോൾ ഇത്രയാണ്. ഇത് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്